ഹായ് ഓൾ, വെൽക്കം ടു സൈലം ഗുരു. എൻ്റെ പേര് സീന. ഇന്ന് നമുക്ക് പരീക്ഷകളിൽ സാധാരണയായി ചോദിച്ചു വരാറുള്ള ഒരു ഭാഗമാണ് കോഡിങ്ങും ഡീകോഡിങ്ങും. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച കോഡിംഗ് ഡീകോഡിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഉള്ളത് ഒന്നാമത്തെ ചോദ്യം, FMPQC എന്നത് ഹോഴ്സ് എന്നാണെങ്കിൽ ILGDC എന്നത് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. FMPQC അതെങ്ങനെ തന്നിരിക്കുന്നത്? HORSE എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൽ നിന്നും ILGDC എങ്ങനെ എഴുതും എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, എഫ് കഴിഞ്ഞ് ജി കഴിഞ്ഞാണ് എച്ച് വരുന്നത്. അതായത് എഫ് കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ ആണ് എച്ച്. അതുപോലെ നോക്കൂ, എം കഴിഞ്ഞ് എൻ കഴിഞ്ഞാണ് ഒ, രണ്ടാമത്തെ ലെറ്റർ ആണ് ഒ. പി കഴിഞ്ഞ് ക്യൂ കഴിഞ്ഞ് ആർ, രണ്ടാമത്തെ ലെറ്റർ. എല്ലാം അതുപോലെ തന്നെ രണ്ടാമത്തെ ലെറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ILGDCക്കും ഇതുപോലെ സെക്കൻഡ് ലെറ്റർ ആയിരിക്കും നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നത്. ILGDC ആണ്. ഐ കഴിഞ്ഞ് ഒന്നിടവിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാണ്? IJK അല്ലെ? അപ്പോൾ ആദ്യത്തേത് ഇവിടെ K ആണ്. L കഴിഞ്ഞാലോ MN. ഈ രണ്ട് ലെറ്റർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും KN എന്ന് തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് അടുത്ത ലെറ്റേഴ്സും കൂടെ എഴുതി നോക്കാം. ജി കഴിഞ്ഞാൽ HI, DEF, CDE. കണ്ടോ, നൈഫ് എന്ന് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, KEDGY എന്നതിനെ കോഡ് ഉപയോഗിച്ച് EKDYG എന്ന് സൂചിപ്പിച്ചാൽ ലൈറ്റ് എന്നതിനെ എങ്ങനെ സൂചിപ്പിക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇങ്ങോട്ട് നോക്കൂ, K ഇങ്ങോട്ട് മാറി, E ഇങ്ങോട്ട് മാറി, അതുപോലെ G ഇങ്ങോട്ടേക്ക് മാറി, Y ഇങ്ങോട്ടേക്ക് മാറി, D അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്തും കൂടെ എഴുതേണ്ടത്? ലൈറ്റ് എന്നതും കൂടി എഴുതേണ്ടത്. അതെങ്ങനെയാണ് വരുന്നത്? എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഐനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എച്ചിനെ ഇപ്പുറത്തെ സൈഡിലേക്കും, ടി ഇങ്ങോട്ടും, ജി അതുപോലെ തന്നെ എഴുതി. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കൂ, ILGTH. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ജാനുവരി JANUARY എന്നതിനെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? JNAYAUR എന്നാണ്. അങ്ങനെയെങ്കിൽ ഡിസംബറിനെ എങ്ങനെ മാറ്റി എഴുതാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തന്നിരിക്കുന്ന ആ ജാനുവരി എന്നുള്ളതിന് നമ്പർ ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ 1, 2, 3, 4, 5, 6, 7 എന്നിങ്ങനെ നമ്പർ ചെയ്ത് കൊടുക്കുക. ഇനി താഴെയുള്ളത് ഈ മോളത്തെ ബേസ് ചെയ്തിട്ട് നമ്പേഴ്സ് കറക്റ്റ് ആയിട്ടൊന്ന് താഴേക്ക് എഴുതിയാൽ ഇത് ജെയുടെ നമ്പർ 1 ആണ്, എന്നിന്റെ നമ്പർ 3 ആണ്, എയുടെ ആണെങ്കിൽ 5 ആണ്, വൈയുടെ 7 ആണ്. ഇനി അടുത്ത എയുടെ എന്താണ്? 2 ആണ്, അടുത്തത് 4 ആണ്, 6ന്റെ 6 ആണ് അല്ലെ? അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒറ്റ സംഖ്യയെ ഒരുമിച്ചും ഇരട്ട സംഖ്യയെ ഒരുമിച്ചുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിസംബറിനെ ഇതുപോലെ മാറ്റി എഴുതിക്കൂടെ? DECEMBER എന്നാണ് ഡിസംബറിന്റെ സ്പെല്ലിംഗ് അല്ലെ? അപ്പൊ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുവാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒറ്റ സംഖ്യകളെ എഴുതണം. അതായത് DCME. അതിനുശേഷം ഇരട്ട സംഖ്യകൾ EEBR. നോക്കൂ, ഇത് ഏതാ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്? DCMEEBR. DCMEEBR ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, കുമാർ എന്നത് 64 ആണ്. കുമാർ എന്നത് 64 ആണെങ്കിൽ കുമാരി എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരൊറ്റ സംഖ്യയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതിന്റെ ആൽഫബറ്റിന്റെ സം ആയിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ, നമ്മൾ ആൽഫബറ്റുകളുടെ നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെക്കണം. അതിനുവേണ്ടി നിങ്ങൾക്കുള്ള കോഡാണ് ഇജോട്ടി എന്നുള്ളത്. ഈ ഇജോട്ടി എന്ന് പറയുന്നത് ഈ ഇ എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ ആണ് അല്ലെ? അതുപോലെ ജെ എന്ന് പറയുന്നത് 10ാമത്തെ ലെറ്ററും, O 15ാമത്തെ
10ാമത്തെ ലെറ്ററും ടി 20ാമത്തെ ലെറ്ററും വൈ 25ാമത്തെ ലെറ്ററും. അപ്പോൾ ഈ ഇജോട്ടി എന്നത് പഠിച്ചു വെച്ചാൽ അത് 5, 10, 15, 20, 25 എന്നുള്ള പൊസിഷനിൽ ഇരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ തൊട്ട് മുൻപും പിൻപും ഉള്ളത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുന്ന് നോക്കൂ, കുമാർ എന്നാണ് നമ്മളോട് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും കെ എന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ജെ 10 ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് മനസ്സിലാവും? കെ 11 ആണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നതേ. അപ്പോൾ ടി 20 ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും 21 യു എന്ന്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ കുമാർ എന്നുള്ളതിന്റെ ലെറ്റേഴ്സിന്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്നത് 11 പ്ലസ് 21 പ്ലസ് 13 പ്ലസ് 1 പ്ലസ് 18 ആണ്. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 64 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കുമാരി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? കുമാർ എന്നുള്ളത് 64 ആണ്. പ്ലസ് ഈ ഐയുടെ കറസ്പോണ്ടിങ് നമ്പറായ 9 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 64നോട് 9 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 73 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 5ാമത്തെ ചോദ്യമാണ്. ഒരു കോഡ് അനുസരിച്ച് ഫ്രോക്ക് എന്നത് ESNDJ ആണെങ്കിൽ ഗേൾസ് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, E കഴിഞ്ഞാണ് F വരുന്നത്, എന്നാൽ R കഴിഞ്ഞാണ് S വരുന്നത്. ആരോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് കൂടേണ്ടത്, എവിടെയാണ് കുറഞ്ഞു വരുന്നത് എന്നുള്ളത്. O കഴിഞ്ഞാണ്, N കഴിഞ്ഞാണ് O വരുന്നത്, അതുപോലെ C കഴിഞ്ഞാണ് D വരുന്നത്, J കഴിഞ്ഞാണ് K വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ആരോ പോയിട്ടുള്ളതെങ്കിൽ അതേ രീതിയിൽ നമുക്ക് എന്ത് എഴുതി നോക്കിയാൽ മതി? ഗേൾസും കൂടെ എഴുതി നോക്കിയാൽ മതി. ഗേൾസ് ആണെങ്കിൽ ഇവിടെ ആരോ എങ്ങോട്ടാ പോയിരിക്കുന്നത്? മോളിലേക്കാണ് പോയിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ F കഴിഞ്ഞ് G, ഇവിടെ I കഴിഞ്ഞ് J, ഇവിടെ Q കഴിഞ്ഞാണ് R, ഇവിടെ L കഴിഞ്ഞ് M, ഇവിടെ R കഴിഞ്ഞിട്ട് S. അപ്പോൾ ഏതാ നമ്മുടെ ഉത്തരം വരുന്നത്? FJQMR. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കമ്പ്യൂട്ടർ COMPUTER. കമ്പ്യൂട്ടറിനെ നമ്മൾ എങ്ങനെ എഴുതുന്നേ? RFUVQNPC എന്നാണ് എഴുതുന്നത്. അങ്ങനെയെങ്കിൽ മെഡിസിനെ എങ്ങനെ എഴുതുന്ന ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ നമുക്ക് എന്താണ് ഒരു കണക്ഷൻ പെട്ടെന്ന് നോക്കിയാൽ കിട്ടുന്നില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ C ആണ് ഇവിടെ ലാസ്റ്റ് വന്നേക്കുന്നത്, ഈ R ആണ് ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നോക്കൂ. E കഴിഞ്ഞുള്ള F, O കഴിഞ്ഞുള്ള P, അതുപോലെ J കഴിഞ്ഞുള്ള U, M കഴിഞ്ഞുള്ള N, U കഴിഞ്ഞുള്ള V, P കഴിഞ്ഞുള്ള U, Q. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? മെഡിസിൻ MEDICI മെഡിസിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ആദ്യം നമുക്ക് ഇനെ ആദ്യത്തേക്ക് കൊണ്ടുവരാം, അത് കഴിഞ്ഞ് എമ്മിനെ ലാസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നിന്ന് 2 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഓപ്ഷൻ എയും അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും മാത്രമേ ഇനി നമുക്ക് എന്തായിട്ട് വരുന്നുള്ളൂ? ആൻസർ ആയിട്ട് വരുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ N കഴിഞ്ഞുള്ള ലെറ്ററിനെ നമുക്ക് ഈ ഇയുടെ താഴേക്ക് കൊണ്ടുവരണം. N കഴിഞ്ഞാൽ എന്താ വരുന്നത്? N കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് O ആണ്. ഇവിടെയാണെങ്കിൽ E കഴിഞ്ഞാൽ വരുന്നത് F ആണ്. അതുപോലെ ഇവിടെ I കഴിഞ്ഞാൽ വരുന്നത് J ആണ്. അതുപോലെ ഇവിടെ D കഴിഞ്ഞാൽ വരുന്നത് E ആണ്. അതുപോലെ ഇവിടെ I കഴിഞ്ഞാൽ വരുന്നത്, ഇവിടെ നമുക്ക് ഇനി അടുത്തതുള്ളത് ആരാണ്? C കഴിഞ്ഞാൽ വരുന്നത് D ആണ്. ഇവിടെ I കഴിഞ്ഞാൽ വരുന്നത് J ആണ്. EOJDJ എന്ന് വരുന്നത് ആരാ? EOJDJ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് എന്താ? വർക്ക് എന്നുള്ളതിനെ OKWR എന്നാണ് കോഡ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മെനി എന്നുള്ളത് എങ്ങനെ എഴുതാം എന്നാണ്. ഇവിടെ നമുക്ക് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 അല്ലെ? തിരിച്ച് നമ്മുടെ കോഡിലേക്ക് വന്നാലോ? കോഡിലേക്ക് വരുമ്പോൾ ആദ്യം 2, പിന്നീട് 4, പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 1 3. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യം ഈവൻ നമ്പർ ആണ്, പിന്നീട് ഓഡ് നമ്പർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മെനി എഴുതിക്കൂടെ? MANY എന്നുള്ളത് 1 2 3 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈവൻ നമ്പേഴ്സ് ആണ്. AY, പിന്നീട് എന്താ വരുന്നത്? MN, AYMN. ഓപ്ഷൻ ബി ആണ്. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. LDC എന്നുള്ളത് MCD എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവും അല്ലെ? L കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആണ് M, Dനെയും Cനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോപ്പ് എങ്ങനെ നമുക്ക് എഴുതാം?
ടി കഴിഞ്ഞുള്ള തൊട്ടടുത്ത ലെറ്റർ ഏതാണ്? യു ആണ്. പിന്നെ ഇവിടെ പി വരും, ഇവിടെ ഒ വരും. യു പി ഒ. സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത 9ാമത്തെ ചോദ്യം, ആപ്പിൾസ്, APPLES, ആപ്പിൾസ് എന്നുള്ളതിനെ PALPSE എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓറഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കൂ, എ ഇങ്ങോട്ട് പോയി, പി ഇങ്ങോട്ട് പോയി, അതുപോലെ ഇപ്പുറത്തും പി ഇങ്ങോട്ട് പോയി, എൽ ഇങ്ങോട്ട് പോയി, ഇ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറിയിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഓറഞ്ച് നെയിം എഴുതാം, ORANGE. ഓറഞ്ചിനെയും അതുപോലെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ O വരുന്നു, ഇവിടെ R വരുന്നു, ഇവിടെ N വരുന്നു, ഇവിടെ A വരുന്നു, ഇവിടെ E വരുന്നു, ഇവിടെ G വരുന്നു. മാറ്റി മാറ്റി എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ RONAEG എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റുള്ള ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.